വലിയ സമ്പന്നയാണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. എവിടെയെങ്കിലും കിടന്ന ഒരു പാവപ്പെട്ട പെണ്ണിനെ അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഭാര്യയെ കിട്ടിയതല്ല. മക്കാ മണ്ണിൽ അത്രത്തോളം സ്വർണം ധരിച്ച പെണ്ണില്ല, മക്കാ മണ്ണിൽ അത്രത്തോളം വിലപിടിപ്പുള്ള വസ്ത്രം ധരിച്ച പെണ്ണില്ല, മക്കയുടെ മണ്ണില് അത്രത്തോളം വലിയ കൊട്ടാരത്തിൽ കഴിഞ്ഞ പെണ്ണില്ല. അതുകൊണ്ടല്ലേ പഴയ കാലത്ത് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ പാട്ടുകൾ എഴുതിയ കൂട്ടത്തില് വർണ്ണത്തേണി ഒളി മികവേറും മണിമച്ചിൽ സ്വർണ്ണ താമരകത്തിലെ സുന്ദരി ഖദീജത്തിൽ കുബറ സ്വപ്നം കണ്ടിരിക്കുന്നുണ്ടേ, സുന്ദരി ഖദീജത്തിൽ കുബറ സ്വപ്നം കണ്ടിരിക്കുന്നുണ്ടേ. അത്രയും വലിയ കൊട്ടാരത്തിന്റെ ആഡംബരത്തിന്റെ ആഹ്ലാദത്തിന്റെ ആനന്ദത്തിന്റെ ഉള്ളറയിലിരുന്നു കൊണ്ടാണ് ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹാ അല്ലാഹുവിന്റെ ഹബീബിനെ ഭർത്താവായിട്ട് കിട്ടാൻ ആഗ്രഹിച്ചു പോയ രംഗമുണ്ടാകുന്നത്. ആദ്യം 2 കല്യാണം കഴിച്ചിരുന്നു, 2 ഭർത്താക്കന്മാരെയും നഷ്ടപ്പെട്ടു പോയി. അതിൽ മക്കളുണ്ടായിരുന്നു. ഇനി ഒരു ഭർത്താവ് വേണ്ട, ഇനി ഒരു കുടുംബജീവിതം വേണ്ട എന്ന് തീരുമാനിക്കുമ്പോൾ തന്റെ തോട്ടങ്ങൾ, തന്റെ കച്ചവട സാധന സാമഗ്രികൾ, തന്റെ വസ്തുക്കളെല്ലാം കച്ചവടം ചെയ്യാൻ വേണ്ടി വിശ്വസ്തനായ ഒരാള് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ അന്വേഷിക്കുകയാണ്. ഒരുപാട് കൊള്ളക്കാരും പിടിച്ചുപറിക്കാരും താന്തോന്നികളും തെമ്മാടികളും രാത്രിയും പകലും വാണുകൊണ്ടിരിക്കുന്ന അറേബ്യയുടെ മണ്ണില് ഒരാൾ വന്നു പറഞ്ഞു, ഖദീജ 100% വിശ്വസിച്ചങ്ങനെ പറഞ്ഞു വിടാൻ പറ്റുന്ന ഒരേ ഒരാളെ ഉള്ളൂ. മക്കാ മണ്ണ് മുഴുവനും അല്ലമീൻ എന്ന് വിളിക്കുന്ന, മക്കാ മണ്ണ് മുഴുവനും അല്ലമീൻ എന്ന് വിളിക്കുന്ന, ആസ്വാദിക്കുന്ന വിളിക്കുന്ന ഒരേ ഒരാളെ ഉള്ളൂ. അത് അബ്ദുള്ളയുടെ മകനാണ്. അബ്ദുള്ള മരിച്ചുപോയി. അത് ആമിനയുടെ പൊന്നുമോനാണ്. ആമിന മരണപ്പെട്ടുപോയി. അത് മുഹമ്മദ് എന്ന പേരാണ്. അല്ലമീനാണ്, ആസ്വാദിക്കാണ്. അങ്ങനെ കച്ചവടത്തിന് വേണ്ടി പറഞ്ഞു വിടുമ്പോൾ മൈസറത്ത് എന്ന് പറയുന്ന അടിമ സ്ത്രീ കൂടെ പോവുകയാണ്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, നോക്കണേ, എന്റെ മുഹമ്മദിനെ നോക്കണേ. വഴിയിലൂടെ, യാത്രയിലൂടെ കച്ചവടത്തിന്റെ എല്ലാ സന്തോഷങ്ങളും എനിക്ക് പകർന്നു നൽകണം ഒരു വ്യക്തിയാണ് വിശ്വസിച്ചേൽപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് വരികയാണ്. അജബൻ അജബാ, ഖദീജ ബീവിയെ, ഖദീജ ബീവിയെ, കൊട്ടാരത്തിന്റെ വാതിലൊന്ന് തുറക്കുവോ? അടിമ സ്ത്രീ വന്ന് വാതിൽ തുറക്കുകയാണ്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, എന്തേ? മൈസറത്ത് പറയുകയാണ്, അജബൻ അജബാ, ഇങ്ങനെ ഒരാളെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല ഖദീജ. ഇങ്ങനെ ഒരാള് എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല ഖദീജ. എന്ത് അത്ഭുതമാണ്, എന്ത് അതിശയമാണ്, എന്ത് സ്നേഹമാണ്, എന്ത് മൃദുലതയാണ്, എന്ത് പുഞ്ചിരിയാണ്, എന്ത് വാത്സല്യമാണ്, എത്ര സുന്ദരനാണ്, എന്ത് അത്ഭുതമാണ്. മൈസറത്തിനോട് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കുന്നു, നീ കണ്ടതെന്താ? മൈസറത്ത് എന്ന് പറയുന്ന സ്ത്രീ പറയാണ്, കച്ചവടത്തിന് പോകുന്ന സമയത്ത് വലിയ വെയിലും ചൂടും, സൂര്യൻ കത്തി നിൽക്കുന്ന സമയത്ത് ഈ മുഹമ്മദിന്റെ മുകളിൽ മാത്രം ഒരു തണൽ. നുബുവത്ത് ലഭിച്ചിട്ടില്ല, പ്രവാചകരായിട്ടില്ല. പിന്നെ ഒരുപാട് കാലം കഴിഞ്ഞിട്ടാണ് നുബുവത്തിലേക്ക് കടക്കുന്നത്. നല്ല ചുറുചുറുക്കുള്ള 25ന്റെ ചുറുചുറുക്കുള്ള പ്രായം. എന്ത് ഭംഗിയായിരിക്കുമെന്ന് കാണാൻ, എന്ത് രസമായിരിക്കുമെന്ന് കാണാൻ. മൈസറത്ത് പറയാണ്, അദ്ദേഹത്തിന് മാത്രം ഒരു തണൽ. ഒന്നു വിളിച്ചാൽ മേഘം വരുമല്ലോ നബിയേ, ഒന്നു ചിരിച്ചാൽ രാവും പകലല്ലോ നബിയേ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊന്ന് വിളിച്ചാൽ മേഘം അരികിലേക്ക് വരുമെന്നാണ്. പിൽക്കാലത്ത് ഒരുപാട് അത്ഭുതങ്ങൾ ആ ജീവിതത്തിലൂടെ, മുഅ്ജിസത്തിന്റെ കിതാബുകൾ കടലാസ് മറിക്കുമ്പോ കൈകാലി വിറച്ചു പോകുന്ന മഹാത്ഭുതങ്ങൾ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, പിന്നെന്താ ബാക്കി എന്തൊക്കെയാണ് അറിയാനുള്ള ഒരു ആവേശം. മൈസറത്ത് പറയാണ്, കച്ചവടത്തിന് വേണ്ടി ഒരു സാധനം കമ്പോളത്തിൽ കൊണ്ടുവച്ചാൽ ആദ്യം പറയുന്നത് അതിന്റെ ന്യൂനതകളാണ്. ആദ്യം പറയുന്നത് അതിന്റെ ന്യൂനതകളാണ്.
കുറച്ച് ഒരു പെട്ടി നിറച്ച് ഈത്തപ്പഴം കൊണ്ടുവച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയും, ഇതിന് ഇന്ന പ്രശ്നമുണ്ട്, ഇത്ര കാലം പഴക്കമുണ്ട്, അതുകൊണ്ട് ഇഷ്ടമുള്ളവർ വാങ്ങിയാൽ മതി. ചിലത് കഴിക്കുമ്പോൾ അതിനകത്ത് കുരു ഉണ്ടാവും, ചിലതിൽ കുരു ഉണ്ടാവില്ല, ചിലതിൽ പുഴു ഉണ്ടാവും, ചിലതിൽ കരടുണ്ടാവും. അതുകൊണ്ട് ഇതെല്ലാം പറഞ്ഞതിന് ശേഷം, മുഴുവനും പറഞ്ഞതിന് ശേഷം താല്പര്യമുള്ളവർ വാങ്ങിയാൽ മതി. ഇങ്ങനെ സത്യസന്ധമായി കച്ചവടം ചെയ്യുന്ന ആളെ ഞാൻ കണ്ടിട്ടില്ലെന്ന് മൈസറത്ത് പറയാണ്. ഇങ്ങനെ സത്യസന്ധമായി കച്ചവടം ചെയ്യുന്ന ആളെ ഞാൻ കണ്ടിട്ടില്ലെന്ന് പറയാം. ആരാണ് അങ്ങനെ വിശ്വസിച്ച്? ഇപ്പൊ നമ്മുടെ നാട്ടിൽ അങ്ങനെ കച്ചവടം ചെയ്യോ? ഇത് ജപ്പാന്റെ സാധനമാണ്, ഒരു വാച്ച് നമ്മൾ വാങ്ങണമെന്ന് വെച്ചോ, അങ്ങനെ പറയും. ചിലപ്പോൾ അതിന്റെ കറക്കം തന്നെ ചിലപ്പോൾ പ്രശ്നമായിരിക്കും. എന്നാലും നമ്മളെ തള്ളി ഇറക്കലിന് ഒരു കുറവുണ്ടാവില്ല. നമ്മളൊരു കച്ചവടം ചെയ്താൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മനസ്സിലാവുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ? മുഴക്കമുണ്ടോ? ക്ലിയർ ആവുന്നില്ലേ? അല്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞ, ഞാൻ വെറുതെ കഷ്ടപ്പെട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. പ്രശ്നമുണ്ടോ? ശബ്ദം പ്രശ്നമുണ്ടോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ മൈക്ക് സെറ്റാൻ്റെ പറയണം. കുഴപ്പമില്ലല്ലോ? ഓക്കെ അല്ലേ? നിങ്ങളുടെ മരണം വിട്ടിരിക്കുന്ന പോലെ ഇരുന്നപ്പോൾ എനിക്കൊരു വിഷമം, നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലാണ്. അതെ, ഒരു ചെറിയൊരു ടെൻഷൻ, അതുകൊണ്ടാണ്. കുഴപ്പമില്ലല്ലോ? ഓക്കെ അല്ലേ? അപ്പോ ഈ സാധനം ഇങ്ങനെ ഇടയ്ക്കിടയിൽ പോകുമ്പോൾ നല്ല തണുപ്പും കിട്ടും, നല്ല ഉഷാറല്ലേ? നമ്മൾ ഇന്ന് കച്ചവടത്തിൽ വളരെ ചതി ചെയ്യുന്നവരാണ്. സൂപ്പർ മാർക്കറ്റുകളിൽ പോയി നമ്മൾ 1 കിലോ പഞ്ചസാര അവർ പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് ചിലപ്പോൾ മറ്റൊരു കടയിൽ കൊണ്ടുപോയി തൂക്കി നോക്കിയാൽ അത് 900 ഗ്രാമേ ചിലപ്പോൾ ഉണ്ടാവുള്ളൂ. എല്ലാ കച്ചവടക്കാരെയും പരിഹസിക്കുന്നൊന്നുമല്ല, പക്ഷെ ഞാൻ പറയുന്നത് അതിലൂടെ എത്ര ലാഭം നമ്മൾ നേടിയാലും വൈലുൽ മുതഫിഫീൻ, അളവിലും തൂക്കത്തിലും കുറവ് വരുത്തുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്ന ഏറ്റവും വലിയ പണിഷ്മെന്റിനെ കുറിച്ച് ഖുർആൻ പറയുന്നത് കേൾക്കുമ്പോ അത്ഭുതം തോന്നിപ്പോകും. പ്രിയപ്പെട്ടവരെ, പാവങ്ങളെ, ജനങ്ങളെ, കച്ചവടം നടത്താൻ വേണ്ടി, സാധനം വാങ്ങാൻ വേണ്ടി വരുന്നവരെ ചൂഷണം ചെയ്യുന്നവരെ അല്ലാഹു വെറുതെ വിടൂല. പോട്ടെ, വിശദീകരിക്കുന്നില്ല. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് എല്ലാം കൊണ്ട് വലിയ സന്തോഷമായി. എന്നാൽ പിന്നെ ഒരു കല്യാണം കൂടി കഴിച്ചാലോ എന്ന് ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ തീരുമാനിക്കുകയാണ്. ചരിത്രം നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുള്ളതായതുകൊണ്ട് കല്യാണത്തിന്റെ ആലോചനയും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. പ്രധാനപ്പെട്ട സംഭവം പറഞ്ഞു പോവാണ്. എന്നാൽ പിന്നെ ഒരു കല്യാണം ആവാം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് പ്രവാചകരായിട്ടില്ല. കല്യാണ ആലോചനയ്ക്ക് ആളെ വിടുകയാണ്. അബൂ ത്വാലിബ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കാര്യം പറഞ്ഞു. മുത്തനബി സമ്മതിച്ചു. കല്യാണം നടക്കുകയാണ്. എല്ലാവർക്കും വലിയ സന്തോഷമായി. അല്ലാഹുവേ, ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ തന്റെ ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളെയൊക്കെ കല്യാണത്തിന് വിളിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിലല്ലേ പണമില്ലാത്തത്? ഖദീജ ബീവി റളിയല്ലാഹു അൻഹ മക്കയിലെ റാണിയല്ലേ? ആ പ്രിയപ്പെട്ട ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ആ കാലഘട്ടത്തിലെ കല്യാണത്തിന്റെ എല്ലാ ഒരുക്കങ്ങളും നടത്തുകയാണ്. മഹാനായ മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ കല്യാണത്തിന്റെ പുതുമണവാളനായി കടന്നു വരികയാണ്. നിക്കാഹ് കഴിയുകയാണ്, കല്യാണം കഴിയുകയാണ്. ആ കാലഘട്ടത്തിൽ എങ്ങനെയാണോ ഒരു കല്യാണം നടക്കുന്നത്, അതിലേറ്റവും മികച്ച ഒരു കല്യാണം നടക്കുകയാണ്. കല്യാണം കഴിഞ്ഞ് എല്ലാവർക്കും ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ സുഭിക്ഷമായ ഭക്ഷണം കൊടുക്കുകയാണ്. അറേബ്യയിലെ മുതലാളിമാരെല്ലാം അത്ഭുതപ്പെടുകയാണ്. ഖദീജക്ക് എന്ത് സംഭവിച്ചു പോയി? ഇത്രയും വലിയ പണമുള്ള, ഇത്രയും വലിയ സ്വത്തുള്ള ഖദീജ, വാപ്പയും ഉമ്മയും ഇല്ലാത്ത, സാമ്പത്തികമായി ഒന്നുമില്ലാത്ത മുഹമ്മദിനെ എന്തിനു ഭർത്താവായി സ്വീകരിച്ചു എന്ന് അത്ഭുതത്തോടെ ചിന്തിച്ചു നിൽക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോക്കുമ്പോ ആ കല്യാണത്തിന് വേണ്ടി കെട്ടിയിരിക്കുന്ന പന്തലിന്റെ ചുവട്ടിലേക്ക് ഒരു വയോവൃദ്ധയായ സ്ത്രീ കടന്നു വരികയാ. മാണിക്കോട്ടുകാരെ ശ്രദ്ധിക്കണേ, എന്റെ ഉമ്മപെങ്ങന്മാരെ ശ്രദ്ധിക്കണേ. കല്യാണ പന്തലിന്റെ ചുവട്ടിലേക്ക് കടന്നു വരികയാണ് വയോവൃദ്ധയായ ഒരു സ്ത്രീ കടന്നു വരികയാണ്. അവരുടെ ശരീരത്തിൽ മുഷിഞ്ഞ വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്. നടന്ന് കാല് പൊട്ടിയിട്ടുണ്ട്, രക്തം പൊട്ടി ഒഴുകുന്നുണ്ട്, ശരീരം വല്ലാതെ തളർന്നു പോയിട്ടുണ്ട്. ആളുകൾക്കിടയിലൂടെ ആ വയോവൃദ്ധയായ സ്ത്രീ കടന്നു വരുമ്പോ
അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോക്കുകയാണ്. എവിടെ കണ്ടിട്ടുള്ളതുപോലെ, എവിടെ കണ്ടിട്ടുള്ള മുഖമാണല്ലോ, എവിടെയോ കണ്ടിട്ടുള്ള മുഖമാണല്ലോ. മുത്തു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ വീടിന്റെ മുമ്പ് നിന്ന് എഴുന്നേൽക്കുകയാണ്, ഓടി ചെല്ലുകയാണ്, ഓർമ്മ വന്നിരിക്കുകയാണ്. വയോവൃദ്ധയായി കടന്നു വന്ന സ്ത്രീ ആരാണെന്ന് ഓർമ്മ വന്നിരിക്കുകയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിച്ചു, യാ ഉമ്മീ, യാ ഉമ്മീ, എന്റെ ഉമ്മ, എന്റെ ഉമ്മ, എന്റെ ഉമ്മ. ആളുകളൊക്കെ നോക്കുകയാണ്. ഉമ്മയോ ആമിന ബീവി മരണപ്പെട്ടു പോയല്ലോ, ഉമ്മയോ ആമിന ബീവി മരണപ്പെട്ടു പോയല്ലോ. ഈ മുഷിഞ്ഞ വസ്ത്രം ധരിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കാതെ മെലിഞ്ഞുണങ്ങിയിട്ട് കൈകാലുകൾ രക്തം പൊട്ടി ഒഴുകി ചെരുപ്പ് ധരിക്കാനില്ലാതെ മരുഭൂമിയുടെ ചുട്ടുപൊള്ളുന്ന കനൽത്തരികളായ മണത്തരികൾക്ക് മുകളിലൂടെ നടന്നു വന്ന ഈ പെണ്ണ് ഉമ്മയോ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പ്രിയപ്പെട്ട ഉമ്മയെ വാരി പുണരുകയാണ്. എന്നിട്ട് ആ കൈ പിടിച്ചിട്ട് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ അരികിലേക്ക് കൊണ്ടുപോവുകയാണ്. എല്ലാവരും അത്ഭുതത്തോടെ നോക്കുകയാണ്. എന്താണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്യുന്നത്? ഖദീജ ബീവിന്റെ അരികിലേക്ക് കൊണ്ടു കൊടുത്തിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഖദീജ, ഇതാരെന്നറിയുമോ? ഖദീജ ചോദിക്കുകയാണ്, ഇതാരാണ്, ഇതാരാണ്, ഈ പ്രായം ചെന്ന സ്ത്രീ ആരാണ്, ഈ തളർന്നുപോയ അവശയായ രോഗി ആരാണ്, ശരീരം വല്ലാതെ മുഷിഞ്ഞു പോയിട്ടുണ്ടല്ലോ. ഖദീജ ബീവിയോട് അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ഇവരെ ഒന്ന് കുളിപ്പിക്കണേ, ഇവർക്ക് നല്ലൊരു വസ്ത്രം കൊടുക്കണേ, ഇവർക്ക് ഭക്ഷണം കൊടുക്കണേ. ഖദീജ റളിയല്ലാഹു അൻഹ ചോദിക്കാണ്, എല്ലാം ചെയ്തു കൊടുക്കാം നബിയേ, ഞാനില്ലേ, ഞാനില്ലേ ഇവിടെ, അങ്ങയുടെ പ്രിയപ്പെട്ടവളായി ഞാനില്ലേ, അങ്ങയുടെ പ്രിയതമയായതിനു ശേഷം ആദ്യമായിട്ട് അങ്ങ് എന്നെ ഏൽപ്പിക്കുന്ന ജോലിയല്ലേ നബിയേ, ഞാൻ ചെയ്തു കൊള്ളാം. പക്ഷെ ഇതാരാണ് നബിയേ, ഇതാരാണ് അല്ലമീനെ, ഒന്ന് പറയുമോ, ഇതാരാണെന്നൊന്ന് പറയുമോ? അത് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ കരയാൻ തുടങ്ങി. കണ്ണിൽ നിന്ന് കണ്ണുനീർ മണികൾ ഇങ്ങനെ ഒഴുകാൻ തുടങ്ങി. ഖദീജ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നു, പറയൂ നബിയേ, ഉമ്മു നബിന്റെ ഉമ്മാനെ ഹരി ആമിനെ ഉമ്മാനബിയെ മുല കൊടുത്താറ്റി പോറ്റിയ ഉമ്മ ബീവി ഹലീമ അതിഹമൈത്തെ ആണും പെണ്ണിൽ അഖലറിവായേ ഇസ്ലാം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ഖദീജ 2 വയസ്സുവരെ എനിക്ക് മുലപ്പാല് തന്ന എന്റെ ഹലീമ ഉമ്മയാണ് ഖദീജ. 2 വയസ്സുവരെ എനിക്ക് പാല് തന്നവളാണ്. 4 വയസ്സുവരെ എന്നെ പോറ്റി വളർത്തിയവരാണ് ഖദീജ. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പുതുമണവാട്ടിയുടെ ആ ഒരുങ്ങി നിൽക്കുന്ന വസ്ത്രത്തോടുകൂടി ആ ഉമ്മയെ വാരി പുണരുകയാണ്. എന്നിട്ട് അകത്തേക്ക് കൊണ്ടുപോവുകയാണ്. ആളുകളെല്ലാം അത്ഭുതത്തോടെ പൊട്ടിക്കരയുകയാണ്. അല്ലാഹുവേ, ആ ഉമ്മ കുളിച്ച് നല്ല വസ്ത്രം ധരിച്ച് ആ പ്രിയപ്പെട്ട ഉമ്മ പുറത്തേക്ക് വരികയാണ്. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹാ ഭക്ഷണം വാരി കൊടുത്തു എന്നാണ് ചരിത്രം പറയുന്നത്. വയോവൃദ്ധയായ രോഗിയായ പ്രിയപ്പെട്ട ഉമ്മയുടെ കാലിന്റെ മുറിവെല്ലാം കെട്ടിവെച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സന്തോഷമായി. ഭക്ഷണം വാരി കൊടുത്തിട്ട് മുത്തു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരരികിലേക്ക് കടന്നു ചെല്ലുകയാണ്. ഉമ്മ, നിങ്ങൾ എവിടെയായിരുന്നു ഉമ്മ, നിങ്ങൾ എവിടെയായിരുന്നു ഉമ്മ, നിങ്ങൾക്ക് എന്തേ സംഭവിച്ചു പോയത്? ഹലീമ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഉമ്മ പറയുന്നു, മോനെ, ഞാൻ ഈ പർവ്വതത്തിന്റെ അപ്പുറത്താണ് താമസിക്കുന്നത്. ഒരുപാട് ദൂരം നടന്ന് കല്ലും മലയും കയറിയിട്ട് അതേ മരത്തിന്റെ കഷണങ്ങൾ കൊണ്ട് ഞാനൊരു ഓലമേഞ്ഞ വീട് വെച്ചിട്ടുണ്ട്. അവിടെ തളർന്നു കിടക്കുന്ന സുഖമില്ലാത്ത എന്റെ ഭർത്താവുണ്ട് മുഹമ്മദേ. ഭക്ഷണം കഴിക്കാനില്ലാതെ, വെള്ളം കുടിക്കാനില്ലാതെ എത്ര നാളുകൊണ്ട് ഈ മരുഭൂമിയിലൂടെ ഞാൻ അലയുന്നു എന്റെ പൊന്നുമോനെ മുഹമ്മദേ.
പ്രിയപ്പെട്ട ഹലീമ ബീവി പറയാണ്, അപ്പോഴാണ് ഒരാൾ പറഞ്ഞത്, ഉമ്മാ നിങ്ങൾ പണ്ട് മുലപ്പാൽ കൊടുത്തിരുന്ന അബ്ദുള്ളാടെ മോനില്ലേ, പണ്ട് നിങ്ങൾ പാല് കൊടുത്ത ആമിനാടെ മോനില്ലേ, ആ മോന്റെ കല്യാണമാണെന്ന്. ആരാണ് സഹധർമ്മിണിയെന്നറിയോ? ആരാണ് ഭാര്യയെന്നറിയോ? മക്കാ മണ്ണിനെ അത്ഭുതപ്പെടുത്തിയ ഖുവൈലിദിന്റെ പ്രിയപ്പെട്ട മോളാണ്. ഖുവൈലിദിന്റെ മോളായ രാജകുമാരിയാണ് ഭാര്യയെന്ന് പറഞ്ഞപ്പോ അവര് പറഞ്ഞു, ഒന്ന് ചെല്ലുമ്മ, മുഹമ്മദ് സ്നേഹമുള്ളവനാണ്, അതുകൊണ്ട് എന്തെങ്കിലും നിങ്ങൾക്ക് കഴിക്കാൻ തരുമെന്ന് ഉറപ്പാണ്. ഖദീജ ബീവി സമ്പന്നയാണ്, ധാരാളം സ്വത്തുള്ളത് കൊണ്ട് നല്ല ഭക്ഷണം കാണും, അതുകൊണ്ട് ചെല്ലണേ ഉമ്മ എന്ന് പറഞ്ഞതുകൊണ്ടാണ്. പ്രിയപ്പെട്ട മോനെ, ഈ കിളവിയായ പഴകി ദ്രവിച്ചുപോയ ഉമ്മ ഈ കല്യാണ പന്തലിലേക്ക് കടന്നു വന്നത്. എന്റെ മോന് വിഷമം വരല്ലേ, എന്റെ പൊന്നുമോൻ എന്നോട് പൊരുത്തപ്പെടണേ എന്ന് പറയുകയാണ്. എന്നിട്ട് ഹലീമ ഉമ്മ മടങ്ങി പോകാൻ നേരത്ത് അള്ളാന്റെ റസൂലിനോട് പറയുന്നു, മോനെ, എന്റെ വീട്ടിൽ എന്റെ ഭർത്താവ് മാത്രമാണുള്ളത്, സുഖമില്ലാത്ത ഭർത്താവിന് കൊടുക്കാൻ ഭക്ഷണം തരുമോ എന്ന് ചോദിക്കുമ്പോ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയോട് അല്ലാഹുവിന്റെ റസൂൽ ചെന്നിട്ട് പറയുകയാണ്, ഖദീജ, എന്റെ പ്രിയപ്പെട്ട ഹലീമ ഉമ്മാക്ക് എന്തെങ്കിലും നീ കൊടുക്കുമോ ഖദീജ? ഖദീജ റളിയല്ലാഹു അൻഹ പറഞ്ഞു, മുത്തുനബിയെ, അല്ലമീനെ, നിങ്ങൾ കൊടുത്തുകൊള്ളുക, അല്ലമീനെ, താങ്കൾ കൊടുത്തുകൊള്ളുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരയാൻ തുടങ്ങി. എന്തിനാണ് മുത്ത് ഹബീബ് കരഞ്ഞതെന്നറിയോ? എന്റെ കയ്യിൽ എന്താണുള്ളത് കൊടുക്കാൻ, എന്റെ കയ്യിൽ എന്താണുള്ളത് കൊടുക്കാൻ. ഇപ്പൊ കൊടുത്തത് മുഴുവനും ഖദീജയുടെ ഭക്ഷണമാണ്, ഇനി കൊടുക്കാനുള്ളതും ഖദീജയാണ്. ഖദീജ റളിയല്ലാഹു അൻഹ ചോദിച്ചു, എന്തേ കരയുന്നത്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഖദീജ, എന്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ ഖദീജ കൊടുക്കാൻ. മാണിക്കോത്ത പെങ്ങളെ, ഇനി ഖദീജ റളിയല്ലാഹു അൻഹ പറയുന്നത് നീ കേൾക്കാനുള്ളതാണ്. മാണിക്കോത്ത പൊന്നുമോളെ, ഇനി ഖദീജ റളിയല്ലാഹു അൻഹ പറയുന്നത് നീ കേൾക്കാനുള്ളതാണ്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട മുഅ്മിനാത്തുകളെ, മുഅ്മിനീങ്ങളെ, ഇനി ഖദീജ റളിയല്ലാഹു അൻഹ പറയുന്നത് നീ കേൾക്കാനുള്ളതാണ്. ഖദീജ റളിയല്ലാഹു അൻഹ പറയുന്നു, മുഹമ്മദേ, അല്ലമീനേ, ഇനി എന്റേത് നിന്റേത് എന്ന് പറഞ്ഞ് വേർതിരിവില്ല. 40ഓളം വയസ്സുണ്ടല്ലോ ഖദീജ റളിയല്ലാഹു അൻഹക്ക്, നല്ല പ്രായമാണല്ലോ. ഇനി എന്റേത് നിന്റേതെന്ന് പറഞ്ഞ് വേർതിരിവില്ല. എന്റെ സ്വത്ത് മുഴുവനും മുഹമ്മദേ താങ്കൾക്കുള്ളതാണ്, എങ്ങനെ വേണമെങ്കിലും ചിലവഴിക്കാം, എന്നോട് ചോദിക്കരുതെന്ന് പറഞ്ഞപ്പോ തന്റെ പ്രിയപ്പെട്ട ശരീരം മാത്രമല്ല, തന്റെ മനസ്സ് മാത്രമല്ല, മക്കയുടെ റാണിയായ ഖദീജ തന്റെ സമ്പത്ത് മുഴുവനും തന്റെ ഭർത്താവിന്റെ കാൽ കീഴിലേക്ക് വെക്കുകയാണ്. ഇത് സ്ത്രീധനത്തിന് പ്രോത്സാഹിപ്പിക്കുന്നതല്ല. കല്യാണത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് കന്നുകാലി ചന്തയിൽ, കാളച്ചന്തയിൽ, മൂരിച്ചന്തയിൽ കാളകളെയും മൂരികളെയും കച്ചവടം ചെയ്യുന്നത് പോലെ നാണമില്ലാതെ, മാനമില്ലാതെ, ഉളുപ്പില്ലാതെ പെണ്ണിന്റെ വില പറഞ്ഞ് കച്ചവടമുറപ്പിക്കുന്ന കാളച്ചന്തകൾക്കകത്ത് പോയി എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ, നാണമില്ലാതെ നിന്നു കൊടുക്കല്ലേ. അല്ലാഹു ആരോഗ്യം തന്നിട്ടില്ലേ, അല്ലാഹു ആഫിയത്ത് തന്നിട്ടില്ലേ, അല്ലാഹു തന്റെ ഇടം തന്നിട്ടില്ലേ, പണിയെടുത്തൊരു കുടുംബത്തെ പോറ്റാൻ നിനക്ക് സാധിക്കണം മോനെ. ഇവിടെ എന്തെന്നറിയോ, അല്ലാഹുവിന്റെ റസൂലിനൊന്നുമില്ല. എല്ലാവരും പരിഹസിക്കുന്നത് ഖദീജ ബീവി റളിയല്ലാഹു അൻഹക്കറിയാം, എല്ലാരും കളിയാക്കുന്നത് ഖദീജ ബീവി റളിയല്ലാഹു അൻഹക്കറിയാം. അതുകൊണ്ട് മുഹമ്മദേ, അല്ലമീനേ, അങ്ങേക്ക് ഇഷ്ടമുള്ളതുപോലെ ചെലവഴിക്കാം. എന്നിട്ട് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, പ്രിയപ്പെട്ട ഉമ്മ, നിങ്ങൾക്ക് ഖദീജയുടെ കല്യാണ സമ്മാനം തരട്ടെയോ, നിങ്ങൾക്ക് ഖദീജയുടെ കല്യാണ സമ്മാനം തരട്ടെയോ? ആ കാണുന്ന മലയുടെ അപ്പുറത്ത് 100 ആടുകളുണ്ട് ഉമ്മ, ആ 100 ആടുകളെ നിങ്ങൾക്ക് തരികയാണ്. ആ 100 ആടുകളെ നോക്കാനുള്ള ആളെ തരികയാണ്. നിങ്ങളുടെ വീട്ടിന്റെ അകത്ത് നിങ്ങൾക്കും നിങ്ങളുടെ ഭർത്താവിനും ഭക്ഷണം പാചകം ചെയ്ത് കഴിക്കാനുള്ള ഒരാളെ കൂടി തരികയോ? അല്ലാഹുവിന്റെ റസൂല് പൊട്ടിക്കരഞ്ഞു പോവുകയാണ്. ഹലീമ ബീവിയുടെ കാലിലേക്ക് നോക്കിയിട്ട്
അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഖദീജ, എന്റെ ഉമ്മാക്കിന് നടന്നു പോകാൻ കഴിയില്ല, കാലുപൊട്ടി രക്തം വാർന്നൊഴുകുകയാണ്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, ഏറ്റവും വിലപിടിപ്പുള്ള ഒട്ടകത്തെ കൊണ്ടുവരാൻ പറയുകയാണ്. അറേബ്യയിലെ മുതലാളിമാര് മാത്രം യാത്ര ചെയ്തിരുന്ന ചുമന്ന ഒട്ടകം കൊണ്ടുവരുന്ന മക്കളെ. ഹലീമ ബീവിയെ ഒട്ടകത്തിന്റെ മുകളിൽ കയറ്റുകയാണ്, ഒട്ടകത്തെ നയിക്കാനുള്ള ആളെ കയറ്റുകയാണ്. എന്നിട്ട് പറഞ്ഞു വിടുമ്പോ ആ ഉമ്മ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാണ്, മുഹമ്മദേ, നീ ഒരിക്കലും പരാജയപ്പെടൂല, നീ തകർന്നു പോവൂല, നീ സങ്കട കുഴിയിൽ അകപ്പെടൂല. ഈ ലോകത്തിനൊരു നായകനുണ്ടെങ്കിൽ, ഈ ലോകത്തിനൊരു സൃഷ്ടാവുണ്ടെങ്കിൽ, ആ സൃഷ്ടാവ് മുഹമ്മദേ, എന്റെ പൊന്നുമോനെ, നിന്നെ പരിപാലിക്കുമെന്ന് ബീവി ഹലീമ. നമ്മുടെ കല്യാണത്തിന് ബാക്കി വന്നാൽ ചോറ് യതീംഖാനയിൽ ഇരിക്കട്ടെ, സ്നേഹസാഗരത്തിലും കാണും ഏതെങ്കിലും കല്യാണ ഓഡിറ്റോറിയത്തിൽ നിന്ന് ഫോൺ വിളിക്കണം, അസ്സലാമു അലൈക്കും, സ്നേഹസാഗരത്തിന്റെ മാനേജരല്ലേ, ഒരു ചെമ്പ് ബിരിയാണി ഇവിടെ ബാക്കി വന്നിട്ടുണ്ട്, ഞങ്ങൾ സ്നേഹസാഗരത്തിലേക്ക് കൊണ്ടുവരട്ടെ എന്ന് ചോദിച്ചാൽ അവൻ അന്നേ ചോദിക്കുള്ളൂ, പിന്നെ ചോദിക്കൂല. സ്നേഹസാഗരത്തിന് ഭക്ഷണം ഇല്ലാത്തത് കൊണ്ടല്ല, ഭക്ഷണം ധാരാളം ഉള്ളത് കൊണ്ടല്ല, അഹങ്കാരം കൊണ്ടുമല്ല. ഇവരുടെ കുന്തളിപ്പിന് കൂട്ടു നിൽക്കാൻ സ്നേഹസാഗരത്തെ എന്നും കിട്ടത്തില്ല. അറബി കോളേജിൽ വിളിക്കും, ഹലോ ഉസ്താദെ, ഭക്ഷണം കഴിച്ചോ? കഴിച്ചു. കുട്ടികളെല്ലാം കഴിച്ചോ? കഴിച്ചു. മോളെ കല്യാണമായിരുന്നു, 2 ചെമ്പ് മട്ടൻ ബിരിയാണി ബാക്കിയാ. നികളിപ്പ് കാണിക്കാൻ, പവർ കാണിക്കാൻ, അഹങ്കാരം കാണിക്കാൻ, ആർത്തി കാണിക്കാൻ കോടിക്കണക്കിന് രൂപയുടെ ഭക്ഷണം വെച്ച് വിളമ്പിയിട്ട് തട്ടി തെറിപ്പിക്കുകയാണ്, മണ്ണ് കുഴിച്ചിട്ട് കുഴിച്ചു മൂടാൻ. എന്നിട്ട് അള്ളാഹു തരുന്ന പരീക്ഷണത്തെ നമ്മൾ മറന്നുപോകുന്നു. അള്ളാഹു എത്ര കഷ്ടപ്പാട് ഈ ഉമ്മത്തിന് അള്ളാഹു തന്നു. നിങ്ങൾ കാസർഗോഡ് ജില്ലയെ കുറിച്ച് മാത്രം ചിന്തിക്കും, മറ്റു ചിന്തിക്കണ്ട. പോട്ടെ, നമ്മളെ കല്യാണത്തിന് എന്തെങ്കിലും ഒരു മര്യാദ വന്നിട്ടുണ്ടോ? കുറെയൊക്കെ ചെറിയ രീതിയിലൊക്കെ മാറ്റമുണ്ടെന്ന് ഉസ്താദുമാരൊക്കെ പറയുന്നുണ്ട്, വിശ്വസിക്കാൻ എനിക്ക് കഴിയുന്നില്ല. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര, മരണപ്പെട്ടു പോയാൽ 3 കഷ്ണം തുണി പൊതിഞ്ഞ് അവിടെ കൊണ്ട് വെക്കുമ്പോ നീ മാത്രം ഉണ്ടാവുള്ളൂ. പാവങ്ങൾക്ക് കല്യാണത്തിന് ഭക്ഷണം കൊടുക്കുന്നത് എങ്ങനെയാ? തലേ ദിവസമേ വിളിച്ചു പറയണം. ആതുരാലയങ്ങളിൽ, വൃദ്ധസദനങ്ങളിൽ, യതീംഖാനകളിൽ, നാളെ നിങ്ങൾ ഭക്ഷണം ഒന്നും ഉണ്ടാക്കണ്ട, എന്റെ മോളെ കല്യാണാണ്, അതുകൊണ്ട് 1 ചെമ്പ് ബിരിയാണി നിങ്ങൾ അവിടെ കൊണ്ടുവരാം. സ്നേഹസാഗരത്തിൽ വന്നിട്ടുണ്ട്, ഒരു ഭാര്യയും ഭർത്താവും കല്യാണം കഴിഞ്ഞ് നേരെ വാഹനത്തിൽ വന്നത് സ്നേഹസാഗരത്തിലാണ്. അവരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചപ്പോൾ ഹൃദയം ഉരുകിപ്പോയി പ്രിയപ്പെട്ട. അവരോടൊപ്പം. അത് ഇൻസ്റ്റഗ്രാമിൽ റീൽസ് ഇടാൻ വേണ്ടിയല്ല, അത് മൊബൈലിൽ വീഡിയോ എടുക്കാനല്ല, ആരെയും അനുവദിച്ചില്ല. ക്യാമറ കൊണ്ടുവരാനോ മൊബൈലിൽ വീഡിയോ എടുക്കാനോ പുതിയാപ്പള തന്നെ പറഞ്ഞു വേണ്ട. കാരണം ഇന്ന് അതൊക്കെ കച്ചവടമാണല്ലോ. ഇന്ന് ഉമ്മയെ സ്നേഹിക്കുന്നതിന് ഇൻസ്റ്റഗ്രാമിൽ റീൽസ് ഇടണം. അള്ളാന്റെ റസൂല് ഹലീമ ബീവി എന്ന തന്റെ പ്രിയപ്പെട്ട പാല് തന്ന വളർത്തുമ്മയെ സ്വീകരിച്ചത് ലോകത്ത് ജനങ്ങൾ 10 ആള് കാണാൻ വേണ്ടിയിട്ടല്ല. ഇന്ന് മാണിക്കോത്ത പുതിയാപ്പിളമാരെന്താ ചെയ്യുന്നത്? കല്യാണം കഴിഞ്ഞ് കല്യാണ പന്തലിൽ നിന്നിട്ട് ഭാര്യയും ഭാര്യയുടെ കൂട്ടുകാരും അവനും അവന്റെ കൂട്ടുകാരും ഒക്കെ ഫോട്ടോ എടുത്തു കഴിഞ്ഞതിന് ശേഷം ഉമ്മയെ വിളിക്കും, കമോൺ. അപ്പൊ ഉമ്മ സ്റ്റേജിലേക്ക് കയറി വരുമ്പോ ക്യാമറ അവിടെ പോലെ ഇങ്ങനെ സ്ലോ മോഷനിൽ താരാട്ട് പാട്ടോളം കൊലക്കട മൂടാണ്. ഇൻസ്റ്റഗ്രാമിൽ ഇടാനാണ്. അപ്പൊ അതിന്റെ അടിയിൽ കമന്റ് ഉണ്ട് കുറെ എണ്ണം, മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്, ഉമ്മായെ സ്നേഹിക്കണ തങ്കക്കട്ടി, കൊലക്കട മൂട്. അവൻ ഉമ്മായെ അഭിനയിക്കാണ്. പാവപ്പെട്ട ഉമ്മ കരുതും, അല്ലാഹ് എന്റെ മോൻ ഇത്രയും സ്നേഹം എന്നോട് കാണിക്കാണല്ലോ റബ്ബേ. പാവമടയായ സാധുവായ അറിവില്ലാത്ത ലോകത്തെ സോഷ്യൽ മീഡിയ തരംഗത്തെക്കുറിച്ചും തന്റെ മകൻ തന്നെ കബളിപ്പിക്കുകയാണെന്നും ഒന്നും അറിയാത്ത പാവപ്പെട്ട ഉമ്മ തന്റെ മകൻ തന്നെ സ്നേഹിക്കുകയാണെന്ന് വിശ്വസിച്ചു പോകും. ഹലീമ ബീവി ചുമന്ന ഒട്ടകത്തിന്റെ മുകളിൽ കയറി പോകുമ്പോ അറേബ്യയിലെ മുതലാളിമാർക്ക് മാത്രമുള്ള വലിയ ചുമന്ന ഒട്ടകം, ആരുമില്ലാതെ മരുഭൂമിയുടെ ഓരത്ത് പട്ടിണി കിടന്ന പാവപ്പെട്ട ഹലീമ ബീവിക്ക് ഖദീജ റളിയല്ലാഹു അൻഹ കൊടുക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഖദീജ
നീ എന്റെ മനസ്സ് കവർന്നെടുത്തു ഖദീജ. ഖദീജ റളിയല്ലാഹു അൻഹ പറയാണ്, നബിയേ അങ്ങ് യതീമല്ല നബിയേ, അങ്ങ് യതീമല്ല നബിയേ, അങ്ങ് എന്റെ രാജാവാണ് നബിയേ, അങ്ങ് മക്കയുടെ രാജാവാണ് നബിയേ. രണ്ട് കാരണം കൊണ്ടാണ്, ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാരണം കൊണ്ടാണ്. അറേബ്യയിൽ എത്ര പെൺകുട്ടികൾ ഉണ്ടായിരുന്നിട്ടും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഖദീജ ബീവിക്ക് തന്നെ അല്ലാഹു കൊടുത്തത് പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. നിങ്ങളൊക്കെ ചിന്തിച്ചിട്ടില്ലേ, 25 വയസ്സായ മുത്തുനബി 40 വയസ്സായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിക്കുമ്പോ എന്തേ പടച്ച റബ്ബ് കുറച്ചുകൂടി സൗന്ദര്യമുള്ള, കുറച്ചുകൂടി പ്രായം കുറഞ്ഞ ഒരു കൊച്ചു പെണ്ണിനെ കൊടുക്കാത്തത്? അള്ളാന്റെ റസൂല് കാമവെറിയനാണ്, സ്ത്രീലംബനനാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് എഴുതുന്നവരും പ്രസംഗിക്കുന്നവരും ചാനൽ ചർച്ച നടത്തുന്ന നാൽക്കാലികൾ തോറ്റുപോകുന്ന നാവിന്റെ ഉടമകളും നമ്മുടെ ഇടയിൽ ജീവിച്ചിരിക്കുമ്പോ നിങ്ങൾ പോലും പലരും അത് കേട്ടില്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു മനുഷ്യന്റെ വികാരം പൊട്ടി നിയന്ത്രിക്കാൻ കഴിയാത്ത പ്രായമാണ് 20ഉം 19ഉം. ഉമ്മ പറഞ്ഞാൽ കേൾക്കൂല, വാപ്പ പറഞ്ഞാൽ കേൾക്കൂല. ഏർവാടി പോണെന്ന് പറഞ്ഞാണ് കാമുകിയും കൊണ്ട് ഗോവയിൽ പോകുന്നത്. വാപ്പാട് ഉസ്താദ് ചോദിക്കും, മോനെവിടെ? മോൻ സിയാറത്ത് ടൂറിലാണ് ഉസ്താദെ. മാഷാ അല്ലാഹ്, ഒരാഴ്ച കഴിയുമ്പോൾ റാഹത്തായിട്ട് വരും. ഒരാഴ്ച കഴിയുമ്പോൾ എന്തായിട്ട് വരുമെന്ന് അവൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി. അവന്റെ കൂട്ടുകാരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ചോദിച്ചാൽ അറിയാൻ പറ്റും. വികാരം പിടിച്ചു നിർത്താൻ കഴിയാത്ത പൊട്ടിപ്പോകുന്ന പ്രായത്തിൽ ഒരു ചീത്തപ്പേര്, ഒരു അനാവശ്യമായ പേര് അറേബ്യയിൽ ഒരാളെ കൊണ്ടും അള്ളാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയിപ്പിച്ചിട്ടില്ല.